നമസ്കാരം. ലിയോ പതിനാലാമനിലൂടെ അമേരിക്കക്കാർക്ക് ആദ്യമായി ഒരു മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആഹ്ലാദം ഇപ്പോഴും അമേരിക്കക്കാർ ആഘോഷിച്ച് തീർന്നിട്ടില്ല. ലിയോ 14 മാർപ്പാപ്പയുമായി പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഒക്കെ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന തിരക്കിലായിരുന്നു. കൂടാതെ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തനിക്ക് മാർപ്പാപ്പയെ കാണണമെന്നും അദ്ദേഹവുമായി നടത്തുന്ന കൂടിക്കാഴ്ച അർത്ഥവത്തായിരിക്കും എന്നുമൊക്കെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ ഒരു വാക്കിനെ ചൊല്ലിയുള്ള തർക്കമാണ്. അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ വത്തിക്കാനിൽ വിശ്വാസികൾക്ക് ദർശനം നൽകുന്ന വേളയിൽ ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അമേരിക്കക്കാർക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ എന്ന്. അപ്പോൾ അതിന് മാർപ്പാപ്പ പറഞ്ഞ മറുപടി അമേരിക്കക്കാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു. ഇതിൽ പിടിച്ചാണ് ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ തർക്കങ്ങൾ ഉന്നയിക്കുന്നത്. മാർപ്പാപ്പ ട്രംപ് ഭരണത്തെ കളിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത് എന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. അതായത് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിലെ ജനങ്ങളെ ദൈവം മാത്രമേ ഇനി രക്ഷിക്കുകയുള്ളൂ എന്നും എല്ലാം നശിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഈ റിപ്പോർട്ടറുടെ ചോദ്യം കൃത്യമായി ഒരുപക്ഷെ മാർപ്പാപ്പ കേട്ടിരുന്നില്ല, അതായിരിക്കും ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് കാരണമെന്നാണ്. സാധാരണഗതിയിൽ എല്ലാവരോടും മാർപ്പാപ്പയുടെ അനുഗ്രഹമാണ് തേടാറുള്ളത്. അപ്പോൾ അദ്ദേഹം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതാണ് പതിവ് രീതി. എല്ലാ മാർപ്പാപ്പമാരും അത്തരത്തിൽ തന്നെയാണ് പറയാറുള്ളത്. അങ്ങനെ ഒരുപക്ഷെ തന്നോട് അനുഗ്രഹം ചോദിച്ചതായിരിക്കും, സന്ദേശം എന്നുള്ളതിന് പകരം അനുഗ്രഹം ചോദിച്ചതായിരിക്കും എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ മാർപ്പാപ്പ എല്ലാ അമേരിക്കക്കാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത് എന്നാണ് പലരും ഇപ്പോൾ വാദിക്കുന്നത്. ഇവിടെ ഉയരുന്ന ഒരു പ്രശ്നം, നേരത്തെ കർദിനാളായിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ മാർപ്പാപ്പ നിരന്തരമായി ട്രംപ് ഭരണകൂടത്തിൻ്റെ ചില പ്രശ്നങ്ങളെ വിമർശിക്കുമായിരുന്നു. പ്രധാനമായും അവിടുത്തെ കുടിയേറ്റക്കാരോട് അവിടെ സർക്കാർ കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ അദ്ദേഹം പലപ്പോഴും സമൂഹ മാധ്യമമായ എക്സിലൂടെ അതിരൂക്ഷമായി തന്നെയാണ് ട്രംപിനെ വിമർശിച്ചിരുന്നത്. അമേരിക്കയിൽ നിന്ന് കുടിയിറക്കാൻ പോകുന്ന ഒരു ചെറിയ കുടുംബത്തിൻ്റെ ദുരിതങ്ങൾ ചൂണ്ടിക്കാട്ടി അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ ഒരു കുടുംബത്തിനെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്തു കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ മാർപ്പാപ്പ ട്രംപ് വിരുദ്ധനാണ്, അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അമേരിക്കക്കാരെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത് എന്നാണ്. മാത്രമല്ല JD വാൻസുമായി അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ശക്തമായ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. JD വാൻസിനോടും അദ്ദേഹം പറഞ്ഞത് JD വാൻസിൻ്റെ നടപടികൾ പലതും തെറ്റാണ് എന്നും ഇങ്ങനെയൊന്നും ജീവിക്കാനല്ല യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടുമുള്ള തൻ്റെ വിരുദ്ധ നിലപാട് സൂചിപ്പിക്കാനാണ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ മറ്റു ചില കാര്യങ്ങളും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാർപ്പാപ്പ അമേരിക്കക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഭൂരിഭാഗം കാലഘട്ടവും കഴിഞ്ഞിരുന്നത് അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. അദ്ദേഹത്തിന് പെറുവിൽ പൗരത്വം പോലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ അദ്ദേഹം ആദ്യമായി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത വേളയിൽ ആദ്യം സ്പാനിഷ് ഭാഷയിലും പിന്നീട് ഇറ്റാലിയൻ ഭാഷയിലുമാണ് പ്രസംഗിച്ചത്. ഇംഗ്ലീഷ് അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. ഇതൊക്കെ തന്നെ ട്രംപിനോടുള്ള വിരുദ്ധ നിലപാടായിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കയോടുള്ള വിരുദ്ധ നിലപാടായിട്ട് തന്നെയാണ് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മാർപ്പാപ്പയാകട്ടെ ഇത്തരത്തിലുള്ള എന്നാൽ വത്തിക്കാനിൽ നിന്ന് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല. കാരണം മാർപ്പാപ്പ നല്ല അർത്ഥത്തിലായിരിക്കും അമേരിക്കയിലെ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത്. അതിൽ പോലും പിടിച്ചുകൊണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലെ ഒരു വലിയ വിഭാഗം ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുകയും അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തതിൽ പല വിശ്വാസികളും അതീവ ദുഃഖിതരാണ്. കാരണം മാർപ്പാപ്പ നല്ല അർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളെപ്പോലും മോശമായ രീതിയിൽ വ്യക്തമാക്കുന്നത് നല്ല കാര്യമല്ല എന്നാണ് പലരുടെയും അഭിപ്രായം.